ADM നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ എന്നതിൽ സംശയം ഉന്നയിച്ച കുടുംബം ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെന്ന ആരോപണം. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം പറയുന്നു. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, വളരെയധികം ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും CPM നേതാവ് പ്രതിയായ ഒരു കേസിൽ അതിലെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കും, അല്ലെങ്കിൽ അതിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമോ എന്നൊരു സംശയം ന്യായപരമായി അവർ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ADM നവീൻ ബാബു മരിച്ചിട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് നിലവിൽ ഈ ഹർജിയിൽ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ആത്മഹത്യ എന്നുള്ള നിഗമനത്തിൽ, പോലീസിന്റെ നിഗമനത്തിൽ സംശയം നിഴലിക്കുന്നതായിട്ടാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. അതോടൊപ്പം തന്നെ കൊലപാതകമാണോ എന്ന സംശയം കൂടി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ വാദം എന്നുള്ള തരത്തിൽ ഈ ഹർജിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇൻക്വസ്റ്റ് നടപടികൾ സാധാരണ രീതിയിൽ ചട്ടപ്രകാരം നടത്തണമെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമാണ്. പക്ഷേ ഈ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആത്മഹത്യ എന്നുള്ള പോലീസിന്റെ നിഗമനം മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബത്തിന്റെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അതിനായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI തന്നെ കേസ് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സംസ്ഥാന പോലീസ്, അതായത് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നിലവിലെ അന്വേഷണം അത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ച് CPM നേതാവാണ് ഈ പ്രതിയായിട്ടുള്ളത് CPM നേതാവാണ്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം ഈ പ്രത്യേക സംഘം ഇനി അങ്ങോട്ട് നടത്തുമെന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെളിവ് ശേഖരണത്തിലടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും വൻ വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണവും ആക്ഷേപം കൂടി ഈ ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ ഈ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിലെയും അതോടൊപ്പം തന്നെ ഈ ക്വാർട്ടേഴ്സ് ഉൾപ്പെടുന്ന പ്രദേശത്തെയും CCTV ഫുട്ടേജ് ശേഖരിച്ചിട്ടില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത്തരമൊരു നടപടിയിലേക്ക് കടന്നില്ല. തെളിവുകൾ അത് ഇല്ലാതാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് മാത്രവുമല്ല, മറ്റ് കോൾ രേഖകൾ, അതായത് കളക്ടർ, അതോടൊപ്പം തന്നെ പ്രതി, ഈ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ, ഇവരുടെ ആരുടെയും തന്നെ കോൾ റെക്കോർഡിംഗ് രേഖകൾ ഒന്നും തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല. ഇത്തരത്തിൽ അന്വേഷണത്തിൽ വ്യാപകമായിട്ടുള്ള വിട്ടുവീഴ്ചകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമായിട്ട് സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അടുത്ത ദിവസമായിരിക്കും ഈ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ വരിക. എന്തായാലും ഈ ആത്മഹത്യ എന്നുള്ള പോലീസിന്റെ നിഗമനം അത് മുഖവിലയ്ക്ക് എടുക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിലടക്കം ഈ ചട്ടവിരുദ്ധത ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് കൊലപാതകമാണെന്നുള്ള ഒരു സംശയം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അടക്കം ഒരു ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഈ തെളിവ് ശേഖരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്നുള്ള ആരോപണം ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 15-നാണ് മരിച്ച നിലയിൽ നവീൻ ബാബുവിനെ കണ്ടെത്തുന്നത്. FIR-ഉം രജിസ്റ്റർ ചെയ്യുന്നത് അന്നാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അപാകതകളാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ തലത്തിലുള്ള അന്വേഷണത്തിൽ പോലും വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായി. അതൊരു CPM നേതാവ് പ്രതിപട്ടികയിൽ വന്നതുകൊണ്ട് തന്നെയാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഈ ഹർജി അടുത്ത ദിവസം ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി തന്നെ ഈ നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേസ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ADM നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആവശ്യം. രേഷ്മ, ഇപ്പോൾ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കൂടി പ്രതികരണം നടത്തുന്നുണ്ട്. അതിലേക്ക് നമ്പർ സംബന്ധിച്ചുള്ള യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത്. ഇത് വിധി പറയുന്നതിലേക്ക്
ഡിസംബർ 3 മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ, 1 മാസത്തിലധികമായി ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ, അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും. അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഹർജി സമർപ്പിച്ചിരിക്കുന്നു. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.